അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന, കണ്ണീരിൽ ചാലിച്ചെടുത്തൊരു കഥ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ വീരസുൽത്താൻ. അതെ, അടർക്കളത്തിലെ വീരസുൽത്താൻ. ബിസ്മിയും ഹംദും മോദിദാ, സ്വല്ലി സ്വലാത്തു മുരത്തിദാ, ചരിത കിസ്സ നിരത്തിദാ, കഥകൾ തുടങ്ങിയതാ. മൈസൂരിൻ തൻ പൂങ്കനി, ഹൈദരലി തൻ തേൻകനി, സുഹൃതമം സുമമേ അസ്സലാം. ബിസ്മിയും ഹംദും മോദിദാ, സ്വല്ലി സ്വലാത്തു മുരത്തിദാ, ചരിത കിസ്സ നിരത്തിദാ, കഥകൾ തുടങ്ങിയതാ. പ്രവിശാലമായി പരന്നു കിടക്കുന്ന മൈസൂർ പട്ടണമാകെ ശബ്ദമുഖരിതമാണ്. ഒരു ഭാഗത്ത് വഴിക്കച്ചവടങ്ങൾ പൊടിക്കുന്നു, മറുഭാഗത്താകട്ടെ വിവിധ ഇനം ജോലികളിൽ ഏർപ്പെട്ട ആളുകളുടെ വൻ തിരക്കും. ഇതിനെല്ലാം ഇടയിൽ അങ്ങിങ്ങായി നിൽക്കുന്ന പാറാവുകാരും. ദേ അങ്ങോട്ട് നോക്കൂ, അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. മൈസൂർ കൊട്ടാരമാണത്. അവിടെ എന്തോ ഒരു ആഘോഷത്തിന്റെ പ്രതീതിയാണല്ലോ. എന്താണത്? ഏറെ പുകളായി ആറ്റൽ തണിയായി ഹൃദയ കൊലുസാകി പിറന്നിടുന്നേ. ഏറും അജബാലെ ഏറ്റം മധുഹാലെ മൈസൂരൻ നാട്ടിൽ ഉദയം കൊണ്ടേ. എരിയും മനസകമിൽ പുളകം ചാർത്തിയിടും ടിപ്പു സുൽത്താനും വരവും കൊണ്ടേ. വന്നല്ലോ പുണ്യപ്പൂമാൻ വരവായല്ലോ. വന്നല്ലോ പുണ്യപ്പൂമാൻ വരവായല്ലോ. അതെ, നമ്മുടെ ഹൈദരാജാവിന് പത്നി ഫാത്തിമ ബീഗത്തിൽ നിന്നും ഒരു ഓമന പിറന്നിരിക്കുന്നു. ഉറക്കമില്ലാത്ത പ്രാർത്ഥനകളുടെ ഫലമായിരുന്നു ആ പൊന്നോമന. ഹൈദരാകട്ടെ കുഞ്ഞിനെ സ്നേഹത്തോടെ ടിപ്പു എന്ന് വിളിച്ചു. ടിപ്പു തന്റെ ചെറുപ്രായത്തിൽ തന്നെ ബുദ്ധിവൈഭവത്താൽ അത്ഭുതങ്ങൾ കാണിച്ചു. അത്ഭുതങ്ങൾ എന്ന് വെച്ചാൽ മഹാ അത്ഭുതങ്ങൾ. മതവിദ്യാഭ്യാസവും യുദ്ധമുറകളും അനായാസം പഠിച്ചെടുത്ത ടിപ്പു കുതിരപ്പന്തയത്തിൽ അതീവ മികവ് തെളിയിച്ചു. അങ്ങനെ പള്ളിക്കൂടത്തിൽ പഠനം തുടരുന്നതിനിടയിലാണ് ആ വാർത്ത ടിപ്പുവിന്റെ കാതുകളിൽ അലയടിച്ചത്. എന്താണ് ആ വാർത്ത? കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ, കയ്യിൽ കിതാബും പിടിച്ച് ടിപ്പു പള്ളിക്കൂടമരികെ. അറിയുന്നു പിത ഹൈദരലി യുദ്ധ പഠനയിച്ചിടൽ പിടിച്ചടക്കുവൻ കോട്ട കൊത്തളങ്ങൾ. ഉടനടി അടിപിടി കൊടുപടവളയിൽ നിന്ന് അടരടി പട ജയിച്ചിനുള്ള ധീരവീരട്ടിപ്പു ഹൈദരലി പുത്ര തങ്ക തിങ്കള സുഹൃത തന്തിര സഗുണരം ധീര വിജയമം ജേതാ. അതെ, നമ്മുടെ ഹൈദരാജനെതിരെ ബ്രിട്ടൻ പടയൊരുക്കം നടത്തിയിരിക്കുന്നു. ഇത് കേട്ടതും തുറന്ന പുസ്തകം മടച്ചു വെച്ച് ടിപ്പു തന്റെ പിതാവിന്റെ സൗധത്തിലേക്ക് നീങ്ങി. ഉപ്പ, അങ്ങീ പോർക്കളത്തിലിരിക്കെ ഞാൻ ഈ കൊട്ടാരത്തിൽ സൂക്കുകയോ? ഞാനുമുണ്ട് പിതാവെ അങ്ങയുടെ കൂടെ. ഇത് കേട്ടതും ആ പിതാവ് ഞെട്ടി. എന്ത്, ഇത്ര ചെറുപ്രായത്തിൽ നീ പോർക്കളത്തിലേക്ക് ഇറങ്ങുകയോ? എങ്കിലും ആ കൊച്ചു മകന്റെ നിർബന്ധത്തിന് മുന്നിൽ ഹൈദരലിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 7000 വരുന്ന സൈന്യവുമായി 17കാരനായി ടിപ്പു മംഗലാപുരം ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. ബലിഷ്ഠമായ മംഗലാപുരം കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്ന് ബ്രിട്ടന്റെ വേരറുത്ത് ബോംബെയിലേക്ക് കെട്ടിച്ചു. 1784 മൈസൂരിൽ ഒരു യുദ്ധം പോലും നടന്നില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ? യുധിച്ചപ്പൂവേ, തൂമന്തം തൂകുന്ന പുണ്യമലരെ, പുതുനാരി സുൽത്താന ബീഗം വന്നേ. മണവാളൻ സുൽത്താനും മുന്നിൽ നിന്ന് ആ കാനോത്തിൻ്റാവിനായുധിച്ചപ്പൂവേ, തൂമന്തം തൂകുന്ന പുണ്യമലരെ, പുതുനാരി സുൽത്താന ബീഗം വന്നേ. മണവാളൻ സുൽത്താനും മുന്നിൽ നിന്ന് താരകങ്ങളാം ആയിരങ്ങളിൽ മംഗളങ്ങളോതിടുന്നു പാവന നാടിൽ. താരകങ്ങളാം ആയിരങ്ങളിൽ മംഗളങ്ങളോതിടുന്നു പാവന നാടിൽ. കാനോത്തിൻ്റാവിനായുധിച്ചപ്പൂവേ, തൂമന്തം തൂകുന്ന പുണ്യമലരെ,
പുതുനാരി സുൽത്താന ബീഗം വന്നേ, മണവാളൻ സുൽത്താനും മുന്നിൽ നിന്നേ. അതെ, കാരണം മറ്റൊന്നുമല്ല, ആ വർഷമാണ് നമ്മുടെ ടിപ്പുവിന്റെ വിവാഹം നടക്കുന്നത്. ചുവന്ന് തുടുത്ത മുഖം, നല്ല വടിവൊത്ത ശരീരം, സുന്ദരനായ ടിപ്പുവിനെ കണ്ടാൽ ആഗ്രഹിക്കാത്തവരായി അന്ന് ആരും തന്നെയില്ല. അങ്ങനെ നമ്മുടെ ടിപ്പിന്റെ ജീവിതത്തിലേക്ക് വധുവായി സുൽത്താന ബീഗം കടന്നു വന്നു. ആഘോഷങ്ങൾ പൊടിക്കുന്നതിനിടയിലാണ് സുബ്ഹാനല്ലാഹ് ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഹൈദർ അലി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. പിന്നീട് ടിപ്പു അധികാരത്തിലേറി. പിന്നീട് അങ്ങ് ടിപ്പുവിന്റെ അനന്തമായ പടയോട്ടമായിരുന്നു. മൈസൂർ സാമ്രാജ്യം പടർന്നു പന്തലിച്ചു. ബ്രിട്ടന് മൈസൂരിനെ ഒരു പേടി സ്വപ്നമായി മാറി. ടിപ്പുവിനെ മുട്ടുകുത്തിക്കാൻ ബ്രിട്ടൻ അടവുകൾ 18 പയറ്റി. യുദ്ധം അസാധ്യം വന്നെറിഞ്ഞ ബ്രിട്ടൻ ഒറ്റുകാരെ ചാക്കിട്ട് പിടിച്ച് ഒരു വലിയ സേന തന്നെ തയ്യാറാക്കി വെച്ചു. ആ മന്ത്രി കാബാലികർ സുൽത്താന്റെ ഓരോ നീക്കങ്ങളും ബ്രിട്ടന് കൈമാറിക്കൊണ്ടേയിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വലിയ യുദ്ധം തന്നെ അരങ്ങേറി. വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇരട്ടക്കുഴൽ തോക്കിനുള്ളിൽ നിന്നും വെടിയുണ്ടകൾ നെഞ്ചിൻ കൂടുകൾ തകർത്തുകൊണ്ട് മുന്നേറി. എങ്ങും ആർപ്പുവിളികൾ, ആർത്തനാദങ്ങൾ, യുദ്ധത്തിന്റെ മുറവിളികളല്ലാതെ ഒന്നും തന്നെ കേൾക്കാനില്ല. വെടിക്കോപ്പുകളുടെ പ്രത്യാക്രമണങ്ങൾ ബ്രിട്ടന്റെ സൈന്യത്തെ ചിതറി തെറിപ്പിച്ചു. ഒരു നിമിഷം ബ്രിട്ടൻ പിൻവാങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഒറ്റുകാരനായ മന്ത്രി മീർ സോദിക്കൊരുക്കിയ കെണിയിൽ ബ്രിട്ടൻ അകത്തേക്ക് കടന്നു. ഈ സമയം ഒരു ഭൃത്യൻ ടിപ്പുവിന്റെ സവിധത്തിലേക്ക് വന്നു. അയാൾ ടിപ്പുവിന്റെ ചെവിയിൽ എന്തോന്ന് മന്ത്രിച്ചു. പിന്നെ ഒരു ഗർജനമായിരുന്നു, സിംഹഗർജനം. ശത്രുതാണ്ഡവങ്ങളിൽ കോട്ടയും പുളകിയെ, ഭൃത്യന പറഞ്ഞതിൽ ടിപ്പുവും ഞെട്ടിയെ. ധീരനടരാടിടാൻ പടയണി നയിച്ചിടെ, ശത്രു സൈന്യമേറെയും പകച്ചതിൽ നിന്നിടെ. ശത്രുതാണ്ഡവങ്ങളിൽ കോട്ടയും പുളകിയെ, ഭൃത്യന പറഞ്ഞതിൽ ടിപ്പുവും ഞെട്ടിയെ. ധീരനടരാടിടാൻ പടയണി നയിച്ചിടെ, ശത്രു സൈന്യമേറെയും പകച്ചതിൽ നിന്നിടെ. ഞൊടിയിടെ വെടിയുണ്ട പതിച്ചിടുന്നേ, ശത്രുതൻ ദുർമുഖങ്ങളിൽ ചിരി വിടരുന്നേ. മൈസൂരിൻ രണഭൂവിൽ ഷഹീദാവുന്നേ. ആലമാകെ ടിപ്പുവിൽ സലാമോതുന്നേ. ടിപ്പു പൊട്ടിത്തെറിച്ചു. ആരെവിടെ? എവിടെയാണ് എന്റെ തോക്ക്? പടവാളും ഇരട്ടൊക്കെ തോക്കുമായി ടിപ്പു കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി. തന്റെ നേരെ വരുന്ന ശത്രുക്കളെ അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുന്നേറി. എങ്ങും ആർപ്പുവിളികൾ, ആർത്തനാദങ്ങൾ, യുദ്ധത്തിന്റെ മുറിവുകളല്ലാതെ ഒന്നും തന്നെ കേൾക്കാനില്ല. ടിപ്പുവിനെ മുട്ടിക്കുത്തിക്കാൻ ബ്രിട്ടന്റെ അടവുകൾ 18 പയറ്റുകയാണ്. കോട്ടക്കൊത്തളങ്ങളിൽ നിന്ന് ശത്രുക്കൾ തുരുതുരാ വെടിതീർത്തുകൊണ്ടേയിരുന്നു. ഈ സമയം ഒരുത്തൻ വിളിച്ചു പറയുകയാണ്, ഏയ്, ആയുധങ്ങൾ തിരികെ വെച്ചാൽ മാപ്പുത്ര ഞങ്ങൾ സന്നദ്ധരാണ്. ഇത് കേട്ടതും ടിപ്പു ഒരു സിംഹത്തെ പോലെ അലറി, ഇല്ലടാ, ഒരിക്കലും ഇല്ലടാ, ഭയന്ന് വിറക്കുന്ന 100 ദിനങ്ങളെ കള്ളി ടിപ്പു ഇഷ്ടം സധൈര്യമുള്ള ഒരു ദിനമാണടാ. ഇത് പറഞ്ഞു കഴിഞ്ഞതും കോട്ടക്കൊത്തളങ്ങളിൽ നിന്ന് ശത്രുക്കൾ തുരുതുരാ വെടിതീർത്തുകൊണ്ടേയിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിലൊന്ന് സുൽത്താൻ നെഞ്ചിൽ തുളഞ്ഞു കയറി. സുൽത്താൻ നിലം പതിച്ചു. രക്തം ധാരധാരയായി ഒഴുകി. എങ്കിലും തന്റെ നേരെ വരുന്ന ശത്രുക്കളെ അദ്ദേഹം നവപുരിയിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. താമസിയാതെ ഒരു വെടിയുണ്ട സുൽത്താന്റെ കർണപുടങ്ങൾക്ക് മീതെ തുളഞ്ഞു കയറി. സുൽത്താൻ നിലം പതിച്ചു. രക്തം ധാരധാരയായി ഒഴുകി. കണ്ണുകളും അടച്ച് സുൽത്താൻ നാഥനിലേക്ക് വിട പറഞ്ഞു. മഹിപ്പറ്റ പൊൻവിളക്ക ജനങ്ങളിൽ ഭരിച്ചുള്ള ധീരരെ കഥ ഞങ്ങൾ നിറുത്തിടുന്നേ. സരളമായി വിവരിച്ച ചരിത്രങ്ങളേറും സദാ ഓർമ്മിച്ചിടാൻ ഞങ്ങൾ തേടുന്നേ. മഹിപ്പറ്റ പൊൻവിളക്ക ജനങ്ങളിൽ ഭരിച്ചുള്ള ധീരരെ കഥ ഞങ്ങൾ നിറുത്തിടുന്നേ. സരളമായി വിവരിച്ച ചരിത്രങ്ങളേറും സദാ ഓർമ്മിച്ചിടാൻ ഞങ്ങൾ തേടുന്നേ. ഞങ്ങളുടെ കഥാപ്രസംഗത്തിന് ഇതോടെ വിരാമം കുറിക്കുകയായി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.